അങ്ങനെയല്ല, എന്നോട് പറഞ്ഞിരുന്നു. നിങ്ങളോട് എപ്പോഴാ പറഞ്ഞത്? അവര് പുറപ്പെടുമ്പോ നിങ്ങൾ ഇല്ലായിരുന്നല്ലോ. ഡോക്ടറിനോട് ഫോണിൽ പറഞ്ഞിരുന്നു. ഡോക്ടർ പോയ സമയത്ത് അവിടെ ഇരിക്കുന്ന കേസ് ഷീറ്റ് ഫോളോ ചെയ്താൽ മാത്രം മതിയെന്ന് ഡ്യൂട്ടി ഡോക്ടറോട് പറഞ്ഞിട്ടാണല്ലോ പോയത്. നിങ്ങൾ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല, കേസ് ഷീറ്റും നോക്കിയിട്ടില്ല. പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ കൊണ്ടുവന്ന് ഇടാനായിട്ട് പറ്റില്ല. ഇവള് സാധാരണക്കാരിയല്ലല്ലോ. ഇതെന്താ, ഏത് പേഷ്യന്റിന് എന്താ കൊടുക്കണ്ടേന്ന് ഡോക്ടർക്കാണോ നിങ്ങൾക്കാണോ അറിയുന്നത്? ഇത് ഞാൻ ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാ. അതെന്തായാലും എനിക്കറിയേണ്ട കാര്യമില്ല. വലിയ ഡോക്ടർ പറഞ്ഞിട്ട് പോയ കാര്യമൊന്നുമല്ല നിങ്ങൾ പറയുന്നത്. എന്റെ ദേവേട്ടന്റെ കാര്യത്തിൽ റിസ്ക് വേണ്ട. വേണമെങ്കിൽ നമുക്ക് സിസ്റ്ററോട് വിളിച്ചൊന്ന് ചോദിക്കാം. സിസ്റ്റർ, സിസ്റ്റർ, സിസ്റ്റർ. ഇഞ്ചക്ഷൻ ഇടാനോ പറ്റിയില്ല എങ്കിൽ ഓക്സിജൻ എങ്കിലും ഓഫ് ചെയ്തേക്കാം. സിസ്റ്റർ, സിസ്റ്റർ, വലിയ ഡോക്ടർ പറഞ്ഞെന്നും പറഞ്ഞ് ഈ ഡോക്ടർ വേറെ എന്തോ ഒരു ഇഞ്ചക്ഷൻ ഇടാനായിട്ട് പോവാ. ഇന്ന് ഡ്യൂട്ടി ഡോക്ടർ സുനിലാണല്ലോ, പിന്നെ നിങ്ങൾ ആരാ? ഇന്ന് സുനിൽ ലീവാന്ന് പറഞ്ഞിരുന്നു. പേഷ്യന്റിന്റെ ഫീവർ കൺട്രോൾ ചെയ്യാനാ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ഫീവർ ഇപ്പൊ കൺട്രോളിലാണല്ലോ ഡോക്ടർ. അത് ശരി. ഇനി അങ്ങനെ ഫീവർ കൂടിയാ ഡോക്ടറെ വിളിക്കാനാണ് കേസ് ഷീറ്റിൽ എഴുതിയിരിക്കുന്നത്. അതൊന്നും നോക്കാതെയാണോ ഡോക്ടർ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്നത്? പെട്ടല്ലോ ഈശ്വര, എങ്ങനെ മാനേജ് ചെയ്യാ? ഇതൊന്നും ഞങ്ങൾക്ക് അറിയാത്തതല്ലോ. ഒരാഴ്ചയായില്ലേ പേഷ്യന്റ് ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പേഷ്യന്റ് രാമദാസ് അല്ലേ കിടക്കുന്നത്? നോ ഡോക്ടർ, ഇദ്ദേഹം ഹാർട്ട് പേഷ്യന്റാ. ഓ അത് ശരി. ഓ സോറി സോറി, എനിക്ക് റൂം മാറിപ്പോയതാ. ഇത് രാംദാസിനുള്ള ഇഞ്ചക്ഷനാ. ആരാ സിസ്റ്റർ അയാള്? എനിക്കറിയില്ല. പുതിയതായിട്ട് ജോയിൻ ചെയ്ത വല്ല ഡ്യൂട്ടി ഡോക്ടറും ആയിരിക്കും. MBBS കഴിഞ്ഞ ഉടനെ ഇങ്ങനെ ഓരോന്ന് വന്ന് കേറിക്കൊള്ളു. പോട്ടെ, സാരമില്ല. എന്നെ വിളിച്ചത് എന്തായാലും നന്നായി. എത്ര കാലമായി വൈദേഹിയെ കൊല്ലാൻ നോക്കുന്നു. അതിനിടയ്ക്ക് ദേവൻ കയറി വന്നു. ഇപ്പൊ ദേവനെ കൊല്ലാൻ ശ്രമിക്കുമ്പോ ആ വൈദേഹിയാണല്ലോ തടസ്സം. എന്താ ചെയ്യ വരണേ? ആ വൈദേഹിയുടെ ഇരിപ്പ് കണ്ട കാലം കേറി വന്നാലും അവന്റെ ജീവൻ വിട്ടുകൊടുക്കില്ലെന്നുള്ള വാശി അവളുടെ മുഖത്ത്. ആ ദേവന്റെ ബെഡിനരികിൽ അവന്റെ കൈയും മുറുകെ പിടിച്ചോണ്ട് ഒരുപോലെ കണ്ണടയ്ക്കാതെ കാവലിരിക്കുകയല്ലേ അവള്. ഞാൻ വലിയ കാര്യത്തില് ഡോക്ടറെ പോലെ സംസാരിച്ചപ്പോ അവള് ചോദ്യം തുടങ്ങി. പെട്ടെന്ന് എനിക്ക് എന്താ പറയണ്ടേന്ന് പോലും അറിയാണ്ടായിപ്പോയി. പിന്നെ പിടിക്കപ്പെടാതിരിക്കാൻ എങ്ങനെയോ മാനേജ് ചെയ്ത് പുറത്തിറങ്ങി. എഴുതാനും വായിക്കാനും അറിയാത്തവർക്ക് ഇത്രയും ബുദ്ധി എവിടുന്ന് കിട്ടിയടാ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്ന് കരുതി വിട്ടുകളയണം എന്നാണോ? ഇങ്ങനെയുള്ള അവസരം നമുക്ക് വീണ്ടും ഒത്തുകിട്ടിയെന്ന് വരില്ല. ആ ദേവനോടൊപ്പം വൈദേഹി അങ്ങ് കൊന്നുകളഞ്ഞേക്കാം. വേറൊരു വഴിയുമില്ലെങ്കിൽ ഈ ആശുപത്രിയുടെ റൂമിൽ നിന്നും രാവോട് രാവ് അവരെ കിഡ്നാപ്പ് ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ശരിയാണ്. ഒരു സമയമാകുമ്പോ എല്ലാവരും ഉറങ്ങിക്കോളും. അപ്പോ അവരെ പൊക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. ചന്ദ്രിക, നിന്റെ ആൾക്കാരെ വിളിച്ച് പറയേ, ഇന്ന് രാത്രി തന്നെ അവരെ ഇവിടുന്ന് പൊക്കണം. ശരി, ഇപ്പൊ തന്നെ വിളിപ്പിക്കാം. മരണത്തിന്റെ വാതിൽക്കൽ എത്തിച്ചിട്ട് വിടരുത്. അവൻ ചത്തോന്ന് ഉറപ്പുവരുത്തുന്ന വിധത്തിൽ നീ തന്നെ വേണം എന്തെങ്കിലും ചെയ്യാൻ. ചന്ദ്രികേ. കാര്യം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ. അജേട്ട, ഞാൻ ഉറങ്ങാതിരുന്നോളാം. കുറച്ചുനേരം അജേട്ടൻ ഉറങ്ങിക്കോ. സാരമില്ല ഓർമ്മളെ, നമുക്ക് എവിടെയെങ്കിലും നിൽക്കാം. പാവം വൈദേഹി അകത്ത് ഒരിറ്റ് വെള്ളം പോലും കുടിച്ചിട്ടുണ്ടാവില്ല. ദേവന്റെ കയ്യും പിടിച്ച് അവന്റെ അടുത്ത് തന്നെ ഇരിക്കുക. ശരി അജേട്ട, ഞാനൊന്ന് എന്ന് നോക്കട്ടെ. വൈദേഹി,
ദേവാ ദേവാ വൈദേഹി ഇവരെവിടെ പോയി? റൂം വല്ലതും മാറിയതാണോ? അജേട്ടാ 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 റൂമില് വൈദേഹിയും ദേവനെയും കാണാനില്ല. നീ എന്തായി പറയുന്ന ഓർമ്മല്ലേ? ശരിക്കും നോക്കിയായിരുന്നോ? ഇല്ല ചേട്ടാ, ഞാൻ എല്ലായിടത്തും നോക്കിയതാ. വേറെ പല റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തോ? എന്താ ചെയ്യാ? നമുക്കൊന്ന് സിസ്റ്ററോട് ചോദിച്ചാലോ? സിസ്റ്ററേ സിസ്റ്ററേ, എന്തു പറ്റി മാഡം? അകത്താരും ഇല്ലല്ലോ. അവരവിടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നോക്കിയതാ. ഇല്ല, ഞാൻ നോക്കിയിട്ടാ പറയുന്നത്. അവരവിടെ ഇല്ല. അതെ, അവരവിടെ ഇല്ലെന്ന്. എന്താ ഓർമ്മ അകത്തില്ലെന്നോ? അമ്മേ, അത് റൂമിൽ ചെന്ന് നോക്കിയപ്പോ ദേവനെയും വൈദേഹിയും കാണുന്നില്ല. നിങ്ങൾ വന്നേ നോക്കാം. വരൂ. എവിടെ സിസ്റ്ററെ അവര്? കാണിക്ക്. എന്താ ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാണ്ട്? പേഷ്യന്റ് എങ്ങോട്ട് പോയെന്ന് പോലും അറിയില്ലേ? മോനെ ദേവാ, മോനെ ദേവാ, എവിടെ നിങ്ങളുടെ ഡോക്ടർ? ഡോക്ടർ, ഡോക്ടർ, എന്താ കാര്യം? ഈ പേഷ്യന്റ് എവിടെ? അത് ഞങ്ങളാണ് നിങ്ങളോട് ചോദിക്കേണ്ടത്. നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നോ? ഇതാണോ നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്വം? ആണോ? എന്താ ഡോക്ടർ ഇത്? ഞങ്ങളും നിങ്ങളും അറിയാതെ ഞങ്ങളുടെ മോനും മരുമോളും എവിടെ പോവാനാ? സിസ്റ്റർ, CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യാം. സോറി മാഡം, 2 ദിവസമായിട്ട് ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. ബസുമതി, വരുണും സുഹാസിനി ചെറിയമ്മ എവിടെ? ശരിയാണ്, അവരെവിടെ പോയി? വസുമതി, അവരെവിടെയാണെന്ന്? ദേവനെയും വൈദേഹിയും അവരാണ് എന്തോ ചെയ്തിരിക്കുന്നത്. വരുണേട്ടനും അമ്മയും വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പോവാന്നാ പറഞ്ഞ്. അതുകൊണ്ടാ ഞാൻ ആരോടൊന്നും പറയാഞ്ഞ്. അല്ല വസുമതി, ഇവിടുന്ന് പുറത്തു ചാടിയ ദേവനും വൈദേഹിയും അവരാണ് പൊക്കിയത്. എടാ വരുണേ, അവരെന്റെ കണ്ണി പെട്ട അവരുടെ അവസാനമായിരിക്കും. വീട്ടിലേക്കാണെന്നാ പറഞ്ഞത് അജയേട്ടാ. അവിടെയില്ലെങ്കിൽ അജയേട്ടൻ പറഞ്ഞു തന്നെയായിരിക്കും സത്യം. അവരെവിടെ പോയി തൊലഞ്ഞതാണെങ്കിലും വൈദേഹിയും ദേവനെയും കാണാതായിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ വരുണും ചന്ദ്രികയും തന്നെയാ. വീട്ടില്ല ഞാൻ. ഇതാ വരുണേ. എന്റെ മഹാദേവ, കൈലാസനാഥ, പരമേശ്വര, മഹേശ്വര, ഏത് പേരിൽ വിളിച്ചാലും വെളിപ്പുറത്തെത്തുന്നാ പറയാറ്. മനസ്സിൽ ധ്യാനിച്ചാലുടൻ കാരുണ്യവർഷം പൊഴിയുന്നവനാണ്. എന്നിട്ടും ഞങ്ങളോട് എന്താ നിനക്ക് ഇത്രയ്ക്ക് വിദ്വേഷം? എന്നും ഓരോ ചെയ്ത പാപത്തിന്റെ പേരിൽ അതിനെ ശാപമാക്കി മാറ്റി ഞങ്ങളുടെ ജീവൻ എന്തിനു നീ ഇങ്ങനെ ബലിയാക്കുന്നു? എന്റെ ദേവേട്ടന്റെ ജീവനല്ലേ നിനക്ക് വേണ്ടത്? നീ എടുത്തോ, നിന്റെ മുന്നിൽ തന്നെയുണ്ട്, നീ എടുത്തോ. പക്ഷെ എന്റെ ദേവേട്ടന്റെ മാത്രമല്ല, ദേവേട്ടനോടൊപ്പം എന്റെ ജീവനും കൂടി നീ അങ്ങ് എടുത്തോണം. അതോടൊപ്പം നിന്റെ വരപ്രസാദമായി എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞുവാവ, ഈ കുഞ്ഞിനെ കൂടി ഞങ്ങളോടൊപ്പം നീ അങ്ങ് കൂട്ടിക്കോണം. ഈ ശാപമോചനത്തിന് ഈ ബലി കൊണ്ട് നീ തൃപ്തിപ്പെടുമെങ്കിൽ എടുത്തോണ്ട് പോയിക്കോ, എടുത്തോണ്ട് പോയിക്കോ മഹാദേവ. ഒന്നുകിൽ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ജീവിച്ചിരിക്കണം, അല്ലെങ്കിൽ 3 പേരും നിന്നിൽ തന്നെ അലിഞ്ഞില്ലാതാവണം. രണ്ടിലൊന്ന് മാത്രമേ നടക്കാനും പാടുള്ളൂ. അതുവരെ ഞങ്ങൾ ആരും ഇവിടെ നിന്ന് അനങ്ങാനേ പോകുന്നില്ല. വരൂ സ്വാമി, ആ പരമേശ്വരൻ എന്റെ അപേക്ഷ സ്വീകരിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങെങ്കിലും ഒന്നും പറയണം. അപകടം ഇവിടെ തന്നെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾക്ക് പരിഹാരം കിട്ടുമല്ലോ, ശാപമോചനം ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് വന്നത് തന്നെ. അപകടം എന്തെങ്കിലും വന്നാൽ തന്നെ
അതെന്നോടൊപ്പം തീരുമല്ലോ എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ എന്റെ ജീവൻ മാത്രം എടുത്തോളൂ. പക്ഷെ എന്റെ ജീവന്റെ ജീവനായ എന്റെ ദേവേട്ടനെ വെറുതെ വിട്ടേക്ക്. എന്റെ ദേവേട്ടനെ രക്ഷിക്കണം. അങ്ങീ മഹാദേവനോട് ഒന്ന് പറയേ, എന്റെ ദേവേട്ടന്റെ ജീവൻ എടുത്തോണ്ട് പോകരുതെന്ന്. അങ്ങനെയാണെങ്കിൽ ഞങ്ങള് 3 പേരെ ഒന്നിച്ചങ്ങെടുത്തേക്ക് സന്തോഷമായിട്ട് പോയിക്കോളാം. ഞങ്ങള് റെഡിയാ സ്വാമി. പക്ഷെ അതിന് പകരമായിട്ട് ബാക്കിയുള്ള കുടുംബാംഗങ്ങൾക്ക് ശാപമോചനം നൽകണമെന്നും പറയൂ സ്വാമി. ഹര ഹര മഹാദേവ, ശംഭോ ശങ്കര. മഹാദേവൻ പരീക്ഷിക്കാറുണ്ട്, പക്ഷെ ആരുടെയും പ്രാണനെടുക്കാറില്ല. അങ്ങനെയാണെങ്കിൽ എന്തിനാ മഹാദേവൻ ഞങ്ങളുടെ ജീവൻ ഇങ്ങനെ പന്താടുന്നത്? അത് കർമ്മഫലമാണ്, ദൈവാധീനത്തിൽ ഉണ്ടാവില്ല. ശിവനെ നീ എത്ര തന്നെ നിന്ദിച്ചാലും ഫലമുണ്ടാവില്ല. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിരുന്നതാണ്. പൗർണമിയുടെ അന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തണമെന്ന് പറഞ്ഞിരുന്നതാ. അത് നീ മറന്നുപോയോ? അത് തടസ്സപ്പെടാൻ പാടില്ലെന്നും പറഞ്ഞിരുന്നു. അത് നടത്താൻ സ്വാമി. ശാപമുക്തിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ചെയ്യും. എന്താ ചെയ്യേണ്ടെന്ന് പറയൂ. ഹോമം നടക്കുന്നത്രയും നേരം പാതാള ഗംഗയിൽ നിന്ന് പരമശിവന് അഭിഷേകം നടത്തിക്കൊണ്ടിരിക്കണം. തീർച്ചയായും ചെയ്തോളാം സ്വാമി. അങ്ങ് തന്നെ കൂടെ നിന്ന് ഇത് നടത്തി തരണം സ്വാമി. അത് ചെയ്യേണ്ടത് ഞാനല്ല, ഒരു ബ്രാഹ്മണന് മാത്രമേ ഈ മന്ത്രജപം നടത്തുവാനാവൂ. ഇപ്പോ ആ ബ്രാഹ്മണനെ ഞാൻ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാണ്? ചോദ്യം ഉന്നയിച്ചിടത്ത് ഉത്തരവും ഉണ്ടാകും. ചോദിക്ക്, അവനോട് തന്നെ ചോദിക്കൂ. ഹര ഹര മഹാദേവ, ശംഭോ ശങ്കര. നേരം വെളുക്കുന്നതിന് മുമ്പ് ആരാ വാതിൽ മുട്ടുന്നേ? വരുണായിരിക്കോ? അപ്പൊ ദേവന്റെ കഥ കഴിഞ്ഞു കാണും. അത് പറയാനായിരിക്കും അവൻ പോകുന്നത്. വരുൺ, കഴിഞ്ഞോടാ? എന്താ ചെറിയമ്മ പറഞ്ഞേ? ഞാനെന്ത് പറഞ്ഞു? വരുൺ എവിടെ? വരുണോ? അതെ, അവൻ തന്നെ. എവിടെയാ? ചോദിച്ചത് കേട്ടില്ല, പറയാൻ. അമ്മ മാറിയെന്ന് ഞാനും വിശ്വസിച്ചു. എല്ലാം അഭിനയായിരുന്നു അല്ലേ? എന്തഭിനയാന്ന്? എനിക്കൊന്നും അറിയില്ല. ഞാൻ അകത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. നിനക്കൊന്നും അറിയില്ലെങ്കിൽ വാതിൽ തുറന്നതും എന്തിനാ നീ എല്ലാം കഴിഞ്ഞു എന്ന് ചോദിച്ചത്? ആര് കഴിഞ്ഞെന്നാ ചോദിച്ചേ? വരുൺ എവിടെ? അമ്മേ, അമ്മേ. ദേ വരുന്നു. വരുൺ അകത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. എടാ, വൈദേഹിൻ ദേവൻ എവിടെയുള്ളത്? പറയൂ വരണേ. പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഞങ്ങളുടെ കൈകൊണ്ട് തന്നെ അമ്മയും മോനെ ഞങ്ങൾ കൊന്നു കുഴിച്ചു മൂടും. ഞങ്ങളോട് വെച്ചിട്ട് എന്ത് കാര്യം? ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പറയില്ലെന്ന് എനിക്കും അറിയാം. വിട്. കഴിഞ്ഞോടാ വരുണേന്ന് ചോദിച്ചില്ലായിരുന്നോ? എന്താ കഴിഞ്ഞെന്ന് ഇപ്പൊ ചോദിക്ക്. ഊർമിളെ, വീട് ഊർമിളെ. പറ ചെറിയമ്മേ. ഊർമിള, അമ്മയെ വിട്. വിടില്ല. ഇത്രയും തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടും ഇപ്പോഴും നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നെങ്കിൽ അത് ഇവരുടെയൊക്കെ നല്ല മനസ്സാ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മനസ്സ് മാറും. കുടുംബവുമായി സ്വരുമയോടെ കഴിയുമെന്ന് കരുതി നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും വീണ്ടും വീണ്ടും ഇവർ ക്ഷമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങളോ ഇവരെ തന്നെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നു അല്ലേ? എന്നെ വീട് ഊർമിളെ, എന്നെ വീട് ഊർമിളെ. എനിക്കൊന്നും അറിയില്ല. ചേച്ചി വിടാൻ. നിങ്ങൾക്ക് എന്താ എന്റെ മോനെ കൊന്നുകളയണോ? ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ എന്താ മനസ്സിലാക്കത്തെ? കഴിഞ്ഞോടാന്ന് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടെന്ന് അറിയോ? രാത്രി മുഴുവൻ ഇവൻ ഉറങ്ങിയിട്ടില്ല. ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എനിക്ക് ഉറക്കം വരാത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങി പോടാന്ന് പറഞ്ഞിരുന്നു. രാത്രി പോയവനാ. ഇപ്പൊ വാതില് മുട്ടിയപ്പോ അവനായിരിക്കുമെന്ന ഞാൻ കരുതിയേ. അതെ, അത് ശരിയാ. എന്താ അമ്മയും മോനും നല്ലോണം കഥ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ പറയുന്നതിൽ സത്യം എന്താണെന്നും കെട്ടുകഥ എന്താണെന്നും എനിക്ക് നല്ലോണം അറിയാം. സത്യം മാത്രം പറഞ്ഞാൽ മതി.
അവരൊക്കെ എവിടെയാണ്? വരണേട്ടാ, ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാം. സത്യം എന്താന്ന് പറ. ഇനി തെറ്റൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് വാക്ക് തന്നതല്ലേ, പിന്നെ എന്തിനായിട്ടാ വീണ്ടും ഇതൊക്കെ? വൈദേഹി ചേച്ചിയും ദേവേട്ടനെ എവിടെയാന്നൊന്ന് പറയേട്ടാ. വരുണേ, ചന്ദ്രിക ഇപ്പൊ എവിടെയാണ്? ചന്ദ്രികയോ? അവരുടെ കാര്യം ഞാൻ എങ്ങനെ അറിയാനാ? ശരി, ചന്ദ്രികയുടെ ഫോൺ നമ്പർ എനിക്കിതാ. എനിക്ക് അറിയില്ലെന്നല്ലേ പറഞ്ഞേ. നീ പറയുന്നത് പച്ച കള്ളമാണെന്ന് എനിക്കറിയാം. നിന്റെ സ്വരൂപം എന്താണെന്നും എനിക്കറിയാം. അവൾ എത്ര നമ്പർ മാറ്റിയാലും ഏറ്റവും ആദ്യം നിന്നെയാണ് അവള് വിളിക്കാറ്. മര്യാദയ്ക്ക് അവളുടെ നമ്പർ തന്നേക്ക്. എനിക്ക് അറിയില്ലെന്നല്ലേ പറഞ്ഞേ. വേണമെങ്കിൽ എന്നാ എൻ്റെ ഒരു പഴയ നമ്പറുണ്ട്. ഇതിപ്പോ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും സത്യത്തിൽ എനിക്ക് അറിയില്ല. കുറെ കാലമായിട്ട് ഞാൻ അവളോട് മിണ്ടിയിട്ട് പോലുമില്ല. വേണമെങ്കിൽ നോക്കിക്കോ ഓർമ്മല്ലേ. ഈ നമ്പറല്ല, ഇപ്പൊ നീ വിളിച്ച നമ്പറാ വേണ്ടത്. എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോ തന്നെ ആരും റൂമിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എത്ര വട്ടം ചോദിച്ചാലും എനിക്കിത് മാത്രമേ അറിയുള്ളൂ. ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന്റെ കാരണക്കാരും ഞങ്ങളാണല്ലോ. ഒരുമയോടെ ജീവിക്കണമെന്ന് വെറും വാക്ക് മാത്രം പറഞ്ഞാ പോരാ, അത് പ്രവൃത്തിയിലും ഉണ്ടാവണം. എന്നെ എന്റെ മോനെ വെറുതെ വിട്ടേക്ക്. ഡാ, നീ വാടാ. വരുണിനും ഒന്നും അറിയില്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തായിരിക്കും പറ്റിയത്? വരണേട്ടൻ പറയുന്നത് സത്യമാണെന്നാ തോന്നുന്നത്. ഈ ഇടയായിട്ട് വരണേട്ടന് ഒത്തിരി മാറ്റമുണ്ട്. മാറിയ ഞങ്ങൾക്കും സന്തോഷമേ ഉള്ളൂ. പക്ഷെ എന്റെ മോനെയും മരുമോളെയും തട്ടിക്കൊണ്ടു പോയിട്ട് ഇവൻ അഭിനയിക്കാണോ എന്നുള്ളത് എന്റെ സംശയം. എന്റെ മഹാദേവ, എന്റെ ദേവനും വൈദേഹി എവിടെയാ? അവരെ സുരക്ഷിതരായി വീട്ടിലെത്തിച്ചതാ. എടാ, ആക്ടിങ് അടിപൊളിയായിരുന്നില്ലേ? അയ്യോ, അമ്മ പൊളിച്ചില്ലേ. ഇനി പറയടാ, അവർക്ക് രണ്ടാൾക്കും എന്താ പറ്റിയേ? ഫിനിഷ് ചെയ്തോടെ വരണേ. ഇത് മാത്രം ഞാൻ അവരോട് പറഞ്ഞ സത്യമാ. അവർക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയപ്പോ അവരവിടെ ഉണ്ടായിരുന്നില്ല. ഇല്ലായിരുന്നോ? ഇനി ചന്ദ്രിക തട്ടിക്കൊണ്ടുപോയതാണോ? അതെനിക്കറിയില്ല അമ്മേ. ചന്ദ്രികയുടെ ഫോൺ സ്വിച്ച് ഓഫ്. ഇനി എത്ര നാളാണ് പരീക്ഷയ്ക്ക് മഹാദേവ? പരിഹാരത്തിന് മാർഗമുണ്ടെന്നറിഞ്ഞിട്ടും എന്തിനാണ് ഇത്രയേറെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത്? ഇപ്പൊ ഒരു ബ്രാഹ്മണനെ വേണമെങ്കിൽ ഞാൻ എവിടുന്ന് കൂട്ടിക്കൊണ്ടുവരാനാ? മഹാദേവ, ഒരു വഴി കാണിച്ചു തരണം. മൃത്യുഞ്ജയ ഹോമം ഒരു തടസ്സവും കൂടാതെ നടത്തി തരണം മഹാദേവ. ഗുരുക്കളെ, അങ്ങോ ഞങ്ങൾക്ക് വേണ്ടിയാണോ വന്നേ? സാക്ഷാൽ മഹാദേവൻ എന്റെ അപേക്ഷ അങ്ങയുടെ അടുത്ത് എത്തിച്ചിരുന്നോ? അങ്ങനെയാണോ അങ്ങിപ്പോ ഇവിടെ എത്തിയത്? എല്ലാം ആ മഹാദേവന്റെ ലീലകളാണ്. പ്രണാമം സ്വാമി. എന്തിനാണ് എന്നെ ഇവിടേക്ക് വരുത്തിയത്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? മഹാമൃത്യുഞ്ജയ ഹോമം നടത്തി ദശരഥ രാമവർമ്മയുടെ വംശത്തിന് ശാപവിമോചനം നൽകുവാൻ ആ മഹാദേവനാണ് നിന്നെ ഇവിടേക്ക് വരുത്തിയത്.
നിന്റെ കൈയാൽ പൂജ നടത്തി ആ ഹോമം സമ്പന്നമാക്കണം. തീർച്ചയായും സ്വാമി. ധന്യനായിരിക്കുന്നു. ശിഷ്യന്മാരെ, മൃത്യുഞ്ജയ ഹോമത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. ആയിക്കോട്ടെ ഗുരുക്കളെ. പാതാളഗംഗയിൽ നിന്ന് മഹാദേവന്റെ അഭിഷേകത്തിനുള്ള വെള്ളം കോരിക്കൊണ്ടുവരണം. സ്വാമി, അവള് ഗർഭിണിയാണ് സ്വാമി. അവളെ കൊണ്ട് പാതാളഗംഗയിൽ വെള്ളം കോരിക്കുക. മറ്റു മാർഗമില്ല. ഈ മഹാമൃത്യുഞ്ജയ ഹോമം ആർക്കു വേണ്ടിയാണോ നമ്മൾ നടത്തുന്നത്, ആ വ്യക്തി ചേതനയേറ്റ് കിടക്കുകയാണ്. പതിയിൽ പാതിയാണല്ലോ പത്നി. ഇവൾ തന്നെ മഹാദേവന്റെ അഭിഷേകത്തിനുള്ള വെള്ളം കൊണ്ടുവന്ന് അഭിഷേകം സമ്പന്നമാക്കണം. എന്നാൽ മാത്രമേ പ്രായശ്ചിത്തം നിറവേറുകയുള്ളൂ, പാപ പരിഹാരവും നടക്കുകയുള്ളൂ, ശാപവിമോചനം ലഭിക്കുകയും ചെയ്യും.